ഹായ് എവരിവൺ. അങ്ങനെ നാട്ടിലെത്തി നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കിച്ചണിലേക്ക് കയറി. കിച്ചണിൽ ചെന്നപ്പോൾ നല്ല ചക്ക പഴുത്തത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ആഹാ, അത് കണ്ടപ്പോൾ കൊതിയായി കേട്ടോ. ഞാനെല്ലാം ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. നല്ല കളറുള്ള, നല്ല ടേസ്റ്റുള്ള, നല്ല മധുരമുള്ള ചക്ക കിട്ടിയതും ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അങ്ങനെ അമ്മയും ലക്ഷ്മിയൊക്കെ കൂടി ഒരു ചക്കയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് കഴിക്കാൻ വേണ്ടി. അപ്പോൾ ചക്കയുടെ സീസണൊക്കെ ആയി തുടങ്ങി. ആക്ച്വലി ഏപ്രിൽ മെയിലൊക്കെ ചെല്ലുമ്പോഴാണ് ചക്കയുടെ സീസൺ വരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മധുരമുള്ള ചക്കയായിരുന്നു, നല്ല ടേസ്റ്റ്. കുറേ നാളിന് ശേഷം ചക്ക കഴിക്കുമ്പോഴേ നല്ല കൊതിയോടെ കുറേ അങ്ങ് കഴിച്ചു കേട്ടോ ചക്കയൊക്കെ. അപ്പം ഞാനതെല്ലാം ക്ലീൻ ചെയ്തെടുത്ത് വെക്കുവാണ്. അപ്പോഴത്തേക്ക് ഇത് ആദവ് വന്നു. ആദവ് അതിൻ്റെ ചക്കയുടെ കറയില്ലേ, അതിങ്ങനെ കയ്യിലെടുത്തിട്ട് അത് വായിൽ വെച്ച് നൂല് പോലെ കഴിക്കുവാണ്. അവനത് ഭയങ്കര ടേസ്റ്റായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റോടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ. അതിൻ്റെ കറയ്ക്ക് എന്ത് ടേസ്റ്റാണെന്ന് അറിയാൻ വേണ്ടി അവൻ ടേസ്റ്റ് ചെയ്തുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കാം. അങ്ങനെ ഞങ്ങളെല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഹസ്ബൻഡിനൊക്കെ ചക്ക ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ ബാംഗ്ലൂരിലൊക്കെ ആക്ച്വലി മേടിക്കും, പക്ഷേ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഒരിക്കലും കിട്ടാറില്ല. നാട്ടിൽ കിട്ടുന്ന ആ ചക്കയുടെ ടേസ്റ്റ് തന്നെ. നല്ല കളറുള്ള നല്ല ചക്ക. അമ്മ അവിടെ ഭയങ്കര തിരക്കാണ്, എല്ലാവരും വരുമല്ലേ. അപ്പോൾ ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടാക്കുവാണ്. നല്ല മണം വരുന്നുണ്ട് കിച്ചണിൽ നിന്ന്. എല്ലാവരും അങ്ങ് ബിസിയാണ്, എല്ലാവരും തിരക്കാണ്. അപ്പോൾ അതാ ലക്ഷ്മി ഞാൻ കുറച്ച് ഇവിടുന്ന് പോയപ്പോൾ കുറച്ച് ഈ പട്ടാണിയില്ലേ, ആ പട്ടാണി വാങ്ങിക്കൊണ്ട് പോയിരുന്നു. അപ്പം നമ്മളതെല്ലാം പൊളിച്ച് വെക്കുകയാണ്. അപ്പം എല്ലാവരും ഉള്ളപ്പം രാത്രിയിലൊക്കെ ചപ്പാത്തിക്ക് കറിയൊക്കെ ഉണ്ടാക്കാമല്ലോ, കുറച്ച് ഫ്രഷ് ആയിട്ടുള്ളത് വാങ്ങിക്കൊണ്ട് പോയി. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ കുറേ നാളത്തേക്ക് ഇരിക്കുമല്ലോ. അപ്പം അതിങ്ങനെ ക്ലീൻ ചെയ്യുമായിരുന്നു. അപ്പോൾ എല്ലാവരും തിരക്കാണ് കേട്ടോ. ആക്ച്വലി എല്ലാവരും വരുന്നുണ്ടല്ലോ, നമുക്ക് ഗസ്റ്റൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ അത് കാരണം റിലേറ്റീവ്സൊക്കെ കുറേ പേര് വരുന്നുണ്ട്. അപ്പം രാത്രിയത്തേക്ക് ചപ്പാത്തിയുടെ കറി അങ്ങനെ ഓരോന്നും പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ അമ്മ ഇഞ്ചിക്കറി ഉണ്ടാക്കി കഴിഞ്ഞു. അമ്മ എന്നെ ടേസ്റ്റ് ചെയ്യാൻ വിളിക്കുവാണ്. വന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പറയും എന്തെങ്കിലും ചേർക്കാനുണ്ടോയെന്നും. എന്തൊരു മണവും ടേസ്റ്റായിരുന്നു അറിയോ. ആഹാ, നല്ല ടേസ്റ്റുള്ള ഇഞ്ചിക്കറി. അപ്പം ഇങ്ങനെ ഞാൻ ടേസ്റ്റ് നോക്കിയതിനകത്ത് ശക്കലം ഒരു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഇതാ വല്യമ്മച്ചി വന്ന്. ഇതാണ് ഉമ്മ, എൻ്റെ കസിനാണ്, അമ്മയുടെ ചേച്ചിയുടെ മോനും മോളുമാണിത്. കണ്ണൻ ചേട്ടനെയൊക്കെ കണ്ടിട്ട്, കണ്ണൻ ചേട്ടനും ഉമയാണ്. ഉമയും ഞാനും കൂടെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ഇത് വല്യമ്മച്ചിയും ഇത് വല്യച്ഛനുമാണ്. അവർ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. ഇത് ഉമയുടെ മോന് അർജുനാണ്. വല്യമ്മച്ചിയും വല്യച്ഛനും ട്രിവാൻഡ്രത്താണ്. മോന് ദുബായിലും, കണ്ണൻ ചേട്ടൻ ദുബായിലും, ഉമ ഹൈദരാബാദിലും. അങ്ങനെ എല്ലാവരും ഓരോരോ സ്ഥലത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അർജുൻ, ആദവിൻ്റെക്കാളും ഒരു 6 മാസത്തിന് ഇളയതാണ്. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ലഞ്ച് കഴിക്കുന്ന സമയമാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള സമയമാണ്. നാട്ടിൽ എല്ലാവരും ഇങ്ങനെ വന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് നമ്മൾ ഫുഡ് കഴിക്കുമല്ലോ. അപ്പം അവിയൽ, സാമ്പാർ, മെഴുക്ക് വരട്ടി, മീൻ ഫ്രൈ, പപ്പടം, ഇഞ്ചിക്കറി, അച്ചാറുകൾ. ആഹാ, എന്തോരം ടേസ്റ്റാണ് നാട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കാനായി. അതും എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോഴാണ്. അങ്ങനെ ഭയങ്കര നല്ല കുറച്ച് ദിവസങ്ങളായിരുന്നു നാട്ടിലുണ്ടായിരുന്നത്. നല്ല ഫിഷ് കറിയും നല്ല ഫിഷ് ഫ്രൈയും. നാട്ടിലെ ചോറ് കഴിക്കുമ്പോൾ തന്നെ എന്തോ ഒരു സന്തോഷം. പക്ഷെ കണ്ടമാനം ഫുഡ് കഴിക്കുമെന്നേ ഉള്ളൂ. എല്ലാവരും കൂടി ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് നല്ല പപ്പടവും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോ പിന്നെ കാണാം. താങ്ക്